സന്തോഷവും എന്നാശയും നീ മാത്രമെന്നേശുവേ. സന്തോഷവും എന്നാശയും നീ മാത്രമെന്നേശുവേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. എല്ലാം മറന്ന കർത്താവേ, ഇതാ നിന്റെ പാദാന്തികത്തിൽ എന്നതുപോലെ നിന്റെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായ എന്ന സങ്കീർത്തന വചനത്തോട് ചേർന്ന് നിന്ന് എൻ്റെ ആത്മാവ്, എൻ്റെ ചിന്തകൾ, എൻ്റെ ഭാവനകൾ യേശുവിൻ്റെ പ്രകാശത്താൽ പ്രകാശിക്കുന്ന നിമിഷമായി മാറാൻ ഈശോയെ എൻ്റെ കണ്ണുകളെ അങ്ങ് തൊടണമേ, എൻ്റെ ആത്മാവിനെ അങ്ങ് തൊടണമേ, എൻ്റെ ജീവിതത്തെ അങ്ങ് തൊടണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാം നൽകി ഈശോയെ നമുക്ക് സമർപ്പിച്ച് പാടാം. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. 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 ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. കർത്താവ് നമ്മളോട് പങ്കുവെക്കുന്ന വചനങ്ങളോട് നമുക്ക് കാതോർക്കാം. ജീവന്റെ സമൃദ്ധി എന്നിലേക്ക് ഒഴുകിയിറങ്ങാൻ ഈശോയെ നീ ആഗ്രഹിക്കുന്ന വചനങ്ങൾ എൻ്റെ ആത്മാവിൽ സ്പർശിക്കാൻ നിന്റെ കരം നീട്ടണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവവചനത്തോട് നമുക്ക് കാതോർക്കാം. നമ്മുടെ കർത്താവ് പച്ചയായ ഒരു മനുഷ്യനായി ഇതാ അവിടുന്ന് ഈ ലോകത്തിൽ വന്നു പിറന്നു. പച്ചയായൊരു മനുഷ്യനെ പോലെ പാടുപീടകൾ ഏറ്റുവാങ്ങി കാൽവരിയിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചു. നോക്കുക, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള അവൻ്റെ യാത്രയിൽ എല്ലാം കൊടുത്ത് എല്ലാം നൽകിക്കൊണ്ടാണ് ഈശോ കടന്നു പോകുന്നത്. തനിക്കായി ഒന്നും മാറ്റിവെച്ചില്ല. തൻ്റെ ജീവനും ജീവിതവും എല്ലാവർക്കും എല്ലാമായി മാറാൻ
പങ്കുവെച്ച് കടന്നുപോയ തമ്പുരാൻ. നമുക്കറിയാം, ഈ ലോകം എല്ലാം സ്വന്തമാക്കാൻ പരിശ്രമിക്കുമ്പോൾ എല്ലാം കൊടുത്ത് കടന്നുപോയ തമ്പുരാൻ. നമുക്കറിയാമല്ലോ, അലക്സാണ്ടർ ചക്രവർത്തി സാമ്രാജ്യങ്ങൾ കീഴടക്കിയ ഒരു മനുഷ്യന്. വെറും 31 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ സാമ്രാജ്യങ്ങൾ കീഴടക്കി അധിപതിയായി വാഴുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു നിസ്സാര പനിയിലൂടെ ഈ ലോകം വിട്ടുപോകാൻ സമയമായി. നിസ്സാരമായൊരു പനി അലക്സാണ്ടർ ചക്രവർത്തിയെ കാർന്നു പിടിച്ചു. അലക്സാണ്ടർ ചക്രവർത്തി പോലും ചിന്തിച്ചില്ല ഈ പനി എൻ്റെ ജീവിതത്തിൽ മരണത്തിൽ കലാശിക്കുമെന്ന്. എന്നാൽ അവസാന നിമിഷം അവൻ മനസ്സിലാക്കി, മരണത്തിലേക്കാണ് തൻ്റെ ജീവിതം നടന്നു നീങ്ങുന്നത്. മരണം തൻ്റെ മുമ്പിലെന്ന് മനസ്സിലാക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ അനുയായികളെ വിളിച്ച് പറയുന്നത് പ്രകാരമാണ്: ഞാൻ മരിക്കും. എൻ്റെ ശവമഞ്ചുമായി വിലാപയാത്ര ഈ തെരുവീതിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ 2 കരങ്ങളും ആ മഞ്ചത്തിന് പുറത്തേക്ക് ഇടണം. ഞാൻ വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും ഒന്നും കൊണ്ട് അല്ല ഞാൻ പോകുന്നതെന്ന് ലോകമറിയണം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ വിലാപയാത്രയിൽ ആ ശവമഞ്ചത്തിൽ 2 കൈകളും പുറത്തിട്ടാണ് വിലാപയാത്ര നടത്തിയത്. അപ്പോൾ ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മൾ നേടിപ്പിടിക്കുന്നുവോ ഇതെല്ലാം ഈ ലോകത്തിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. നമുക്കറിയാമല്ലോ, കവികളും കലാകാരന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കവികൾ ചോദിക്കും, പകലിൻ്റെ പുഷ്പമേതാ? അതിന് അവർ തന്നെ മറുപടി പറയുന്നത് പ്രകാരമാണ്: തടാകത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയാണ് പകലിൻ്റെ പുഷ്പം. അപ്പോൾ തടാകത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയിലേക്ക് നോക്കുമ്പോൾ നമ്മളറിയാതെ കണ്ണുകൾക്ക് ഒരു കുളിർമയാണ്, മനസ്സിനൊരു സ്വാന്തനമാണ്. വീണ്ടും കവിയും കലാകാരന്മാരും ചോദിക്കും, അങ്ങനെയെങ്കിൽ രാത്രിയുടെ പുഷ്പമേതാ? രാത്രിയുടെ പുഷ്പമേതാ എന്നതിന് അവർ തന്നെ ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: രാത്രിയുടെ യാമങ്ങളിൽ വിരിയുന്ന കുറ്റിമുല്ലയാണ് രാത്രിയുടെ പുഷ്പം. രാത്രിയുടെ ഏതോ യാമങ്ങളിൽ വിരിയുന്ന കുറ്റിമുല്ല, അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് സൗരഭ്യം ഇങ്ങനെ അടിച്ചു കയറുകയാണ്. പ്രഭാതത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര പോലെ, രാത്രിയുടെ യാമങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന കുറ്റിമുല്ല പോലെ ജീവിതത്തിൽ ജീവിച്ചു മുന്നേറേണ്ടവരാണ് ഓരോ ജീവിതവും. അപ്പൊ ഈ ജീവിതയാത്രയിൽ അവരിന് കുളിർമ നൽകുന്ന, അവരുടെ ജീവിതത്തിൽ സൗരഭ്യം പരത്തുന്ന ഒരു കുറ്റിമുല്ലയാകാൻ, ഒരു താമരയാകാൻ ദൈവം നിന്നെ മാടി വിളിക്കുക. അങ്ങനെയെങ്കിൽ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള ഈശോയുടെ ഈ ലോക ജീവിതയാത്രയിൽ പ്രഭാതത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര പോലെ, രാത്രിയുടെ യാമങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന കുറ്റിമുല്ല പോലെ കണ്ടുമുട്ടിയവർക്കൊക്കെ സൗരഭ്യം നൽകി, കണ്ടുമുട്ടിയവർക്കെല്ലാം സ്വാന്തനം നൽകിക്കൊണ്ടാണ് ഈശോ കടന്നുപോയത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയും കടന്നു പോകേണ്ടത് തെല്ലും വ്യത്യസ്തമല്ല. ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതയാത്ര ജീവിച്ചു മുന്നേറാൻ ദൈവം വിളിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതം ഈശോയോട് ചേർന്ന് മുന്നേറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈശോയോട് ചേർന്ന് മുന്നേറാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ലോകത്തിൽ നമ്മളെല്ലാം യാത്രക്കാരാ. ജനനത്തോടെ ആരംഭിച്ച് മരണത്തോടെ അവസാനിക്കുന്ന ഒരു ജീവിതയാത്ര ജീവിച്ചു മുന്നേറുന്നവരാ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജനനത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് നമുക്ക് ഏറെക്കുറെ നമുക്ക് അറിവുണ്ട്. നമ്മുടെ മരണം എപ്രകാരമായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കറിയാമോ? ദൈവത്തിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അപ്പോൾ ജനനത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് ഏറെക്കുറെയൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിൽ
മരണം എപ്രകാരമായിരിക്കുമെന്നോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരം ഈ ലോകം വിട്ടുപോകുമെന്നോ നമുക്ക് അറിയില്ല. അപ്പോൾ കവികളും കലാകാരന്മാരും ഈ ജീവിതയാത്രയെ വിശേഷിപ്പിക്കുന്നത് നീർപ്പോളകൾ കൊഴിയുന്നത് പോലെയുള്ള ഒരു ജീവിതം. ഒരു നീർപ്പോളയുടെ ആയുസ് എത്രയാ? ഒരു നീർപ്പോള ഉണ്ടായാൽ ക്ഷണനേരം കൊണ്ട്, നിമിഷം കൊണ്ട് അത് പൊട്ടിയില്ലാതാകുന്നു. അപ്പോൾ നീർപ്പോളയുടെ ആയുസ് ക്ഷണികമാണ്. അത് ഉണ്ടാകുന്നു, ആ നിമിഷം തന്നെ പൊട്ടി ഇല്ലാതാകുന്നു. അപ്പോൾ നിത്യതയോട് നമ്മുടെയൊക്കെ ജീവിതത്തെ തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ ജീവിതം നീർപ്പോളകൾ പോലെയാണ് എന്നാണ് കവികളും കലാകാരന്മാരും വിശേഷിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അനന്തമായി നീണ്ടുകിടക്കുന്ന നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ ജീവിതം തുലവും തുച്ഛം. അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ പറയുന്നത് മനുഷ്യന്റെ ആയുസ് 70 വർഷമാണ്, അത് ഏറിയാൽ 80. ആ കാലം അത്രയും അധ്വാനവും ദുരിതങ്ങളുമാണ്. അത് പെട്ടെന്ന് കടന്നു പോകുമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80. അക്കാലം അത്രയും ഇതാ അധ്വാനവും ദുരിതവുമാണ്. അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് കടന്നു പോകുമെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതയാത്രയിൽ ഒരു കുഞ്ഞ് അമ്മയുടെ കരം പിടിച്ച് അവൻ നടന്നു പോകുന്നത് പോലെ ദൈവത്തിൻ്റെ കരം പിടിച്ച് ഈ ക്ഷണികമായ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓരോ വർഷങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ചു മുന്നേറാൻ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ കരം പിടിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച് മുന്നേറണം. എന്ത് ചിന്തിച്ചു നോക്കിയേ, വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട ഇസ്രായേൽ മക്കള് ദൈവത്തിൻ്റെ കരം പിടിച്ച് അവർ ജീവിച്ച് മുന്നേറി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കരം അവർ വിട്ടു, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. ആദ്യ മാതാപിതാക്കള് ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിതം ആരംഭിച്ചു. എന്നാൽ നിരന്തരം അവരോട് ചേർന്നിരുന്ന ദൈവത്തെക്കാൾ ഉപരിയായി സാത്താന്റെ സ്വരത്തോട് കാതോർത്തപ്പോൾ ദൈവത്തിൻ്റെ കരത്തെ അവർ എന്നേക്കും ഉപേക്ഷിച്ചു. ഇപ്പോൾ സുവിശേഷത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ കരം പിടിച്ച് നടന്ന ധൂർത്തപുത്രൻ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരം വിട്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദന തൻ്റെ മക്കള് തന്നെ ഉപേക്ഷിച്ച് തൻ്റെതായ രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ തൻ്റെ വേദന ലോകത്തോട് പറയുകയാണ്, ആകാശമേ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാളതന്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനന്റെ തൊഴുത്തും, എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വേദന മുഴുവൻ ഈ ലോകത്തോട് ഇതാ വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ ചിത്രമല്ലേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിച്ച് മുന്നേറേണ്ട മനുഷ്യൻ ദൈവത്തിൻ്റെ കരം വിടുവിച്ച് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നിന്നെ ഓർത്ത് വേദനിക്കുകയാണ്. അപ്പൊ ദൈവഹിതം നിറവേറ്റി ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും, ജീവിതത്തിൻ്റെ ഇല്ലായ്മയിലും, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കാൻ ഒരു ദൈവം നിന്റെ കൂട്ടിനുണ്ട്. അപ്പൊ ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിക്കാൻ നീ തയ്യാറായാൽ നിന്റെ കണ്ണുനീരിലാകട്ടെ, നിന്റെ രോഗപീഠകളിലാകട്ടെ, നിന്റെ തകർച്ചയിലാകട്ടെ, നിന്നെ കരുത്തുള്ളൊരു കരം നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മൾ ബോധപൂർവം ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ അപകടമുണ്ടാകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ഈശോ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ, ഞാൻ നല്ല ഇടയനാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇടയന്റെ സ്വഭാവവും പ്രകൃതവും എല്ലാം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഇടയൻ എന്ന തൊഴില് ജീവിതത്തിന്റെ ഭാഗമായി ജീവിച്ച് മുന്നേറുന്നവരാണ് ഇസ്രായേൽ മക്കള്. ഓരോ ദിവസവും ആലയിൽ നിന്ന് ആടുകളെ അഴിച്ചുവിടുന്നു.
ഈ ആലയിൽ നിന്ന് അഴിച്ചുവിടുന്ന ആടുകളെ ഇതാ പച്ചയായ മേച്ചു സ്ഥലങ്ങൾ തേടി ഇതാ അവയെ തീറ്റിപ്പോറ്റുന്നു. ഇങ്ങനെ തീറ്റിപ്പോറ്റുന്ന ആടുകളെ വൈകുന്നേരമാകുമ്പോൾ ആലയിൽ കയറ്റുന്ന ഇടയൻ കിടന്നുറങ്ങുന്നത് ആലയുടെ വാതിക്കലാണ്. രാത്രിയുടെ യാമങ്ങളിൽ ആടുകൾക്ക് ഏതെങ്കിലും അപകടം സംഭവിക്കുന്നുവെങ്കിൽ ഇടയന്റെ നെഞ്ചിൽ ചവിട്ടി അത് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരാടിന് രാത്രിയിൽ അപകടമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുതലും സംരക്ഷണവും ബോധപൂർവം ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കുമ്പോഴാണ് ഇതാ ജീവിതത്തിൽ നമുക്ക് അപകടമുണ്ടാകുക. ചെങ്കടലിനെ പകുത്ത ദൈവം, കരിമ്പാറയിൽ നിന്ന് വെള്ളമൊഴുക്കിയ ദൈവം, രാത്രി ദീപസ്തംഭമായി പകൽ മേഘസ്തംഭമായി കൂട്ടിന് നിന്ന ദൈവം നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ താങ്ങാൻ, തണലായി മാറാൻ ഇതാ നിന്നോട് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, ഇതാ കടലിന് മുകളിലൂടെ നടന്നു വരുന്ന കർത്താവിനെ കാണുമ്പോൾ ശിഷ്യന്മാർ വിചാരിക്കുന്നത് ഭൂതമാണെന്ന് വിചാരിച്ച് പേടിച്ചരളുന്ന ശിഷ്യന്മാരിൽ ശിഷ്യപ്രമുഖനായ പത്രോസിന് മനസ്സിലായി അത് ഭൂതമല്ല, നമ്മുടെ കർത്താവാണ്. ആ കർത്താവാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതാ പത്രോസ് പറയുന്ന പ്രകാരമാണ്, കർത്താവേ, അങ്ങ് കർത്താവാണെങ്കിൽ ഈ വെള്ളത്തിലൂടെ നടന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് നടന്നെടുക്കാൻ എന്നോട് കൽപ്പിക്കുക. ഈശോ അവനോട് പറഞ്ഞു, നീ എൻ്റെ സന്നിധിയിലേക്ക് നടന്നെടുക്കുക. നോക്കുക പ്രിയപ്പെട്ടവരെ, വഞ്ചിയിൽ നിന്നിറങ്ങി ഓരോ ചുവട് വെച്ച് വെള്ളത്തിലൂടെ നടന്നു നീങ്ങുന്ന പത്രോസ്, അവൻ്റെ കണ്ണുകളിൽ യേശുവിൻ്റെ രൂപം മാത്രം, അവൻ്റെ മനസ്സിൽ യേശുവാകുന്ന ലക്ഷ്യം മാത്രം. അപ്പോൾ യേശുവിനെ മനസ്സിൽ കണ്ട് യേശുവാകുന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്ന പത്രോസ് ജീവിതത്തിൽ അവൻ കാണുന്നില്ല, അവൻ ചിന്തിക്കുന്നില്ല. അവൻ വെള്ളത്തിന് മുകളിലൂടെയാണ് നടക്കുന്നത്. അവൻ കാറ്റ് പ്രതികൂലമായി അടിക്കുന്നു, അതിനെക്കുറിച്ചൊന്നും അവൻ്റെ ജീവിതത്തിൽ ചിന്തയില്ല. അവൻ്റെ മനസ്സിലും അവൻ്റെ ജീവിതത്തിലും യേശു മാത്രമേ ഉള്ളൂ. ആ യേശുവിലേക്ക് നോക്കി നടന്നു നീങ്ങുന്ന മനുഷ്യൻ യേശുവിൽ നിന്ന് കണ്ണുകളെ പറിക്കുമ്പോഴാണ് അവൻ പോലും അറിയാതെ വെള്ളത്തിൽ മുങ്ങി താഴുകയാണ്. ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന പത്രോസ് അവൻ വിളിച്ചു പറയുക, കർത്താവേ രക്ഷിക്കണമേ. ഈശോ തിരിഞ്ഞ് പത്രോസിന്റെ നേരെ കരം നീട്ടിക്കൊണ്ട് പറയുകയാണ്, അല്പവിശ്വാസി, നീ ശങ്കിച്ചതെന്ത്? ഓർക്കുക പ്രിയപ്പെട്ടവരെ, യേശുവിൽ നിന്ന് ഈ ജീവിതയാത്രയിൽ നമ്മൾ കണ്ണുകൾ പറിക്കുമ്പോൾ നിന്നെ ഇല്ലാതാക്കുന്ന രോഗം നിന്നെ ഭരിക്കാൻ തുടങ്ങും. നിന്നെ ഇല്ലാതാക്കുന്ന ജീവിത പ്രശ്നങ്ങൾ നിന്നെ ഭരിക്കാൻ തുടങ്ങും. അത് നിന്റെ ചിന്തകൾക്കും നിന്റെ കാഴ്ചപ്പാടുകൾക്കും ഇരുള് നൽകിക്കൊണ്ട് ഈ ലോകത്തിൽ മുങ്ങിത്താഴുന്ന ജീവിതമായിട്ട് മാറും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ കാത്തു പരിപാലിക്കുന്നത് പോലെ കാക്കുന്ന ഒരു ദൈവത്തെ എപ്പോഴും കാണാൻ തയ്യാറായാൽ ആ തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ നയിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനം, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഈ ജീവിതയാത്രയിൽ വഴിയായി, സത്യമായി, ജീവനായി എന്നെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ദിവികാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഈശോയേ, എൻ്റെ ജീവിതത്തെ അറിയുന്ന ദൈവമേ, ജീവിതത്തിൻ്റെ പിന്നിട്ട വർഷങ്ങൾ, ജീവിച്ചു തീർക്കേണ്ട ജീവിതകാലം എല്ലാം നിന്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ട് എന്നെ വഴി നടത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഈ റേഡിയോയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. നമ്മുടെ ഇടയിൽ വസിക്കാൻ കൊതിച്ച ദൈവമാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത്. ഇതാ ഒരു മനുഷ്യനെ പോലെ സഹയാത്രികനായി എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ദൈവത്തിന്റെ ചിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടപ്പോഴും സഹയാത്രികനായി
അവരുടെ കൂടെ നടന്ന് അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച, ജീവിതത്തെ തുറന്ന ദൈവമേ, ഞങ്ങളുടെ പ്രതിസന്ധിയിലും ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ പാടി പ്രാർത്ഥിക്കാം. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. നമ്മുടെ മനസ്സാക്ഷിയിൽ മന്ത്രിക്കുന്ന സ്വരമായി ഇതാ ഓരോ നിമിഷവും നമ്മോട് സംസാരിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതം ഇല്ലാതാകുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിന്റെ ജീവിതത്തെ ഭരണം നടത്തുമ്പോൾ നീ ദൈവത്തിലേക്ക് നോക്കാൻ തയ്യാറായാലാണ് മനസ്സാക്ഷിയിൽ മന്ത്രിക്കുന്ന സ്വരമായി ഇതാ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വരം നിന്നെ ഭരിക്കാൻ ഇതാ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. ഈശോയെ, നീറുന്ന പ്രശ്നത്തിലും ജീവിതമില്ലാതാക്കുന്ന പ്രതിസന്ധിയിലും നിന്നിലേക്ക് നോക്കേണ്ടതുപോലെ നോക്കാൻ ഹൃദയത്തിന്റെ ഈശോയെ കണ്ണുകളെ, ഉൾക്കണ്ണുകളെ നീ തുറക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി പാടി പ്രാർത്ഥിക്കും. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. എല്ലാം കൊടുത്ത് കടന്നുപോയ ഒരു തമ്പുരാൻ, ഈശോയെ, മുറിക്കപ്പെടാൻ വിട്ടുകൊടുത്തവൻ, മുറിവുകളേൽക്കാൻ നിന്നുകൊടുത്തവൻ, ഇതാ നമുക്ക് വേണ്ടി ബലിയായി, ബലിവസ്തുവായി മാറിയവൻ, അവൻ കുരിശിൽ കടന്ന് നിലവിളിച്ചപ്പോൾ അവന്റെ കുരിശിലെ നിലവിളി ലോകത്തിന്റെ മുമ്പിൽ അലയായി ആഞ്ഞടിച്ചുവെങ്കിൽ ഈശോയെ, നിന്റെ കണ്ണുനീരിനോട് എൻ്റെ കരച്ചിലിനെ ചേർത്ത് വെച്ച് ഈശോയെ നിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാം തമ്പുരാന് കൊടുത്ത് പാടി പ്രാർത്ഥിക്കുക. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. ഈശോ ലോകത്തിന് വാഗ്ദാനം ചെയ്തത് മറ്റൊന്നുമല്ല. മത്തായിയുടെ സുവിശേഷം അവസാനിപ്പിക്കുന്നത് പ്രകാരം പറഞ്ഞുകൊണ്ട്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനം, കാലത്തിന്റെ അവസാനം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെയുണ്ട്. ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കാം. നിന്റെ ജീവിതയാത്ര തീരുന്നത് വരെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, തന്റെ മുറിവുകളിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഈശോയെ, എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന പ്രാർത്ഥനയുടെ 2 കരങ്ങൾ ഉയർത്തി ദിവികാരുണ്യത്തിൽ നിന്ന് എന്നിലേക്ക് ഇറങ്ങി വരാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, കാലത്തിന്റെ അവസാനം വരെ ഓരോ നിമിഷവും ഓരോ ദിവസവും എന്നെ നയിക്കാൻ എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാം നൽകി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പാം. ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തമ്പുരാനോടൊന്ന് പറഞ്ഞ്, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പേര് പറഞ്ഞ് ഈശോയ്ക്ക് കൊടുത്ത്, ഈശോയെ, പരിശുദ്ധമ്മേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ കടന്നു വരണമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് കടന്നു വരണമേ. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ നൽകുന്നു. ഈശോയുടെ ആശീർവാദം എല്ലാവരുടെ മേലും ഒഴുകിയിറങ്ങാൻ ഈശോ എന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനേ മോചനമേ. സകലേശാ ദിവ്യ കടാക്ഷം
തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന ആരാധന